ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് 20-ാം തീയതി എക്കണോമിക്സ് എക്സാമാണ്, ഏപ്രിൽ 20-ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യനാണ് ഞാനിപ്പം മണി ആൻഡ് മാക്രോ എക്കണോമിക്സിലുള്ള മണി ആൻഡ് ബാങ്കിങ് എന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഷുവർ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നുള്ളത് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണ്, എന്നാലും നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത് കൊണ്ട് നമുക്കത് പഠിക്കാം. അപ്പം അത് അവിടെ ആദ്യം ഈ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. എക്സ് ആക്സിസിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് കാണിക്കാം. പിന്നെ നമ്മളൊരു ഡയഗ്രാം അവിടെ വരയ്ക്കുക. ആർ മാക്സ് മുകളിൽ നിന്ന് വൈ ആക്സിസ് തൊട്ടിട്ട് തുടങ്ങിയിട്ട് താഴത്തേക്ക് ചരിച്ചിട്ട് എന്നിട്ട് എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുക. ആ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ആ ഭാഗത്താണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ. ആ ലിക്വിഡിറ്റി ട്രാപ്പുള്ള ഭാഗത്ത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. അതവിടെ എഴുതി വയ്ക്കാം. എന്നിട്ട് അവിടെ നിന്ന് ആ എക്സ് ആക്സിസിന് പാരലാവുന്ന ഭാഗത്ത് നിന്ന് ഡോട്ട് ഇട്ട് വൈ ആക്സിസിലേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തുക ആർ മിൻ, അതായത് മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലോവർ ലിമിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആർ മിൻ എന്ന് പറയുന്നത്. വൈ ആക്സിസിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ആർ മാക്സ് എന്നും അടയാളപ്പെടുത്തുക. അപ്പം നമ്മൾ ചിത്രം വരച്ചു കഴിഞ്ഞാൽ പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ആ ചിത്രത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ in which speculative demand for money is perfectly elastic when R reaches the lowest level. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അതിൻ്റെ ലോവസ്റ്റ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത്, ഏറ്റവും ലോവസ്റ്റ് ലെവലിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് വെൻ ആർ ഈസ് ആർമിൻ, എവ്രി വൺ ഈസ് ഷുവർ ഓഫ് എ ഫ്യൂച്ചർ റൈസ് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എ ഫോൾ ഇൻ ബോണ്ട് പ്രൈസ്, സോ ദേ ഡു നോട്ട് ഇൻവെസ്റ്റ് ഇൻ ബോണ്ട്സ് ആൻഡ് ഹോൾഡ് ദെയർ മണി. ഇതാണ് എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്. ഈ 2 പോയിൻ്റായിട്ട് എക്സ്പ്ലനേഷൻ എഴുതണം. ഇറ്റ് ഈസ് എ situation in which speculative demand for money is perfectly elastic when R reaches the lowest level എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ കാരണം when R is equal to R mean everyone is sure of a future rise in R and a fall in bond price, so they do not invest in bonds and hold their money. അപ്പോൾ ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ അവിടുത്തെ പലിശ നിരക്ക് ഏറ്റവും ലോവസ്റ്റ്, ആൾക്കാർ വിചാരിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, ലോവസ്റ്റ് ലിമിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാണെന്ന് ആൾക്കാരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ആ ലോവസ്റ്റ് റേറ്റിൽ എത്തുന്ന സമയത്ത് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ്. അപ്പോൾ ഭാവിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക? ബോണ്ട് പ്രൈസ് കുറയും. അപ്പോൾ ഇപ്പോൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാകും, ഭാവിയിൽ നമുക്ക് നഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് ആളുകൾ പൈസ മുഴുവൻ സ്വന്തം കയ്യിൽ തന്നെ സൂക്ഷിക്കും. ഓക്കെ, ഇതിനെയാണ് അങ്ങനെ ആൾക്കാർ കയ്യിൽ പൈസ അൺലിമിറ്റഡ് ആയിട്ട് സൂക്ഷിക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിക്വിഡിറ്റി ട്രാപ്പ് അഥവാ ദ്രവത്വക്കെണി എന്ന്, ലിക്വിഡിറ്റി ട്രാപ്പ് അഥവാ ദ്രവത്വക്കെണി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ലിക്വിഡിറ്റി ട്രാപ്പ്, ഇതാണ് ഡയഗ്രാം നിങ്ങൾ ശരിക്കും വരയ്ക്കാൻ പഠിക്കണം. ഡയഗ്രാം വരച്ചാൽ തന്നെ പകുതി മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സപ്ലൈ ഓഫ് മണി. സപ്ലൈ ഓഫ് മണി എന്നതാണ് അടുത്ത ക്വസ്റ്റ്യനായിട്ട് പറയുന്നത്. അപ്പോൾ എന്താണ് സപ്ലൈ ഓഫ് മണി? എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളതാണ്. ദ ടോട്ടൽ വോള്യൂം ഓഫ് മണി ഇൻ സർക്കുലേഷൻ ആൻഡ് വിച്ച് ക്യാൻ ബി സ്പെൻഡ് ബൈ ദ പീപ്പിൾ അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ഈസ് ഇൻ എൻ ഇക്കോണമി ഈസ് മണി സപ്ലൈ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങളുടെ കയ്യിലുള്ള ആകെ പണത്തിൻ്റെ അളവിനെയാണ്, അവർക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ആകെ പണത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മണി സപ്ലൈ
സപ്ലൈ എന്ന് പറയുന്നത്. മണി സപ്ലൈയുടെ മെഷർ 4 തരത്തിലാണ് RBI കണക്കാക്കുന്നത്. M1, M2, M3, M4. ഇതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. M1, M2, M3, M4 എന്താണ്? M1 എന്ന് പറഞ്ഞാൽ എന്താ? CU പ്ലസ് DD. എന്താണ് CU എന്ന് പറഞ്ഞാൽ കറൻസി, പ്ലസ് DD എന്ന് പറഞ്ഞാൽ എന്താ? ഡിമാൻഡ് ഡെപ്പോസിറ്റ്. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാൻ പറ്റുന്ന ഡെപ്പോസിറ്റിനെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി M2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? M1 പ്ലസ് സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. ഈ M1ൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലുള്ള ആളുകളുടെ സേവിങ് ഡെപ്പോസിറ്റും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് M2 എന്ന് കിട്ടുന്നത്. M3 എന്ന് പറഞ്ഞാൽ എന്താണ്? M1ൻ്റെ കൂടെ, M2ൻ്റെ കൂടെയല്ല, ശ്രദ്ധിക്കണം. M3 = M1. M1 എന്ന് പറഞ്ഞാൽ എന്താ? CU പ്ലസ് DD. ആ M1ൻ്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സ് ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്സ്, കമേഴ്ഷ്യൽ ബാങ്ക്സിലുള്ള നെറ്റ് ടൈം ഡെപ്പോസിറ്റ്സും കൂടി കൂട്ടിയാൽ M3 കിട്ടും. M4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ M3 പ്ലസ് ടോട്ടൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്സ് എക്സെപ്റ്റ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് എല്ലാം കൂടി എന്തിൻ്റെ കൂടെ കൂട്ടുക? M3യുടെ കൂടെ കൂട്ടുക. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഈ M1, M2, M3, M4 എന്താണെന്ന് ചോദിക്കും. ഇനി അതിൽ M1, M2നെ നമ്മൾ നാരോ മണി എന്ന് പറയും. M3, M4നെ ബ്രോഡ് മണി എന്ന് പറയും. പിന്നെ M3 ആണ് അഗ്രഗേറ്റ് മോണിറ്ററി റിസോഴ്സ്. M3 എന്ന് പറയുന്നത് അഗ്രഗേറ്റ് മോണിറ്ററി റിസോഴ്സ്. ഇതിൽ തന്നെ M1 എന്ന് പറഞ്ഞതാണ് ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് മണി, എപ്പോൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കാൻ പറ്റുന്ന മണിയാണ് M1 എന്ന് പറയുന്നത്. അത് അങ്ങനെ കുറഞ്ഞ് വന്നിട്ട് M4 എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ലിക്വിഡ് മണിയായിട്ട് മാറും. അപ്പോൾ ഇതൊരു മറ്റൊരു ഷുവർ ക്വസ്റ്റ്യനാണ്, സപ്ലൈ ഓഫ് മണി എന്നുള്ളത്. ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് വരും എന്ന് കരുതുന്നത് ബൈഹാർട്ട് പഠിക്കാൻ എളുപ്പമായിട്ട് നിങ്ങൾ ഇതൊന്ന് 2-3 പ്രാവശ്യം എഴുതി നോക്കിക്കോളൂ, ബൈഹാർട്ട് പഠിച്ച് ഈ കാര്യങ്ങൾ. അതിൽ M3നെ വേറൊരു ഇതും കൂടി പറയുന്നുണ്ട്. M3 എന്ന് പറഞ്ഞാൽ അഗ്രഗേറ്റ് മോണിറ്ററി റിസോഴ്സസ് ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡിമാൻഡ് ഫോർ മണി. എന്തിനാണ് ആളുകൾ പണം കയ്യിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതും നമ്മൾക്ക് എത്ര മാർക്കിന് പ്രതീക്ഷിക്കാം? നമുക്കൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്നും പറയും. കെയ്ൻസ് പറയുന്ന അതിന് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ആൾക്കാർ എന്തിനാണ് കയ്യിൽ പണം സൂക്ഷിക്കുന്നത്? പീപ്പിൾ ഡിസൈഡ് ടു ഹോൾഡ് മണി മെയിൻലി ഫോർ 2 motives. എക്സ്പ്ലെയിൻ ഓർ റീസൺ ഫോർ ഡിമാൻഡ് ഫോർ മണി. People desire to hold money to meet their daily expense. This is known as transaction motive or transaction demand for money. അത് എഴുതുക MTD. ആളുകൾ പണം കയ്യിൽ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഡെയിലി ട്രാൻസാക്ഷൻ, അവരുടെ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട്, ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പണം കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 2-3 ഇക്വേഷൻ നമ്മൾ നോക്കണം. MTD is a fraction of total വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഇൻ എൻ ഇക്കോണമി. അതിന് T എന്നാണ് പറയുന്നത്, ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ആകെയുള്ള ട്രാൻസാക്ഷൻ്റെ, ഒരു ഇക്കോണമിയിൽ ആകെ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് എന്ത്? MTD. അപ്പോൾ അത് നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുകയെന്ന്, MTD = K × T. അതിൽ K എന്ന് പറഞ്ഞാൽ 1/V ആണ്. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, പണം എത്ര പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഇനി അതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് K എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? MTD/T ആണ് K എന്ന് പറഞ്ഞാൽ. K = MTD, ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. എന്നിട്ട് K ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ MTD ആൻഡ് T എന്ന് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, MTD ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ. വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടുതലാണെങ്കിൽ, ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടുതലാണെങ്കിൽ അവിടുത്തെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. MTD ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു ദ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ കൂടുതലാണെങ്കിൽ, വെലോസിറ്റി ഓഫ് വളരെ സ്പീഡിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ MTD എന്തായിരിക്കും? കുറവായിരിക്കും. ദർ ഈസ് ഓൾസോ എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ MTD ആൻഡ് റിയൽ GDP ആൻഡ് ഓൾസോ ബിറ്റ്വീൻ MTD ആൻഡ് പ്രൈസ് ലെവൽ. വേറൊരു ഇക്വേഷനാണ്. MTD =
കെ ഇൻറ്റു പി ഇൻറ്റു വൈ. അതിൽ പി എന്ന് പറഞ്ഞാൽ ജനറൽ പ്രൈസ് ലെവലാണ്. അപ്പോൾ എം ടി ഡി ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രൈസ് ലെവലുമായിട്ട് പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡയറക്റ്റ് ബന്ധമാണുള്ളത്. പ്രൈസ് ലെവൽ കൂടുതലാണെങ്കിൽ, ജനറൽ പ്രൈസ് ലെവൽ കൂടുതലാണെങ്കിൽ ആളുകൾ കയ്യിൽ വെക്കണ പണത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ റിയൽ ജി ഡി പി. റിയൽ ജി ഡി പി കൂടുതലാണെങ്കിൽ എം ടി ഡിയും എന്തായിരിക്കും? കൂടുതലായിരിക്കും. കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സാധനം തന്നെ 1/v. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റാണ് പീപ്പിൾ ഡിസൈർ ടു ഹോൾഡ് മണി ടു മീറ്റ് their daily needs. It is known as transaction motive for money. ട്രാൻസാക്ഷൻ മോട്ടീവ്. ഇനി രണ്ടാമത്തെ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് പീപ്പിൾ ഡിസൈർ ടു ഹോൾഡ് മണി ഫോർ സ്പെക്കുലേറ്റീവ് പേർപ്പസ്. എന്താണ് സ്പെക്കുലേറ്റീവ് പേർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഊഹക്കച്ചവടത്തിന് വേണ്ടി. പണം മറ്റെന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണത്തിൻ്റെ അളവ് കൂട്ടുന്നതിന് വേണ്ടി. അതിനെയാണ് സ്പെക്കുലേറ്റീവ് പേർപ്പസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടു ഇൻവെസ്റ്റ് ഇൻ ഷെയർസ്, ഇക്വിറ്റീസ്, ഗോൾഡ് ആൻഡ് അതർ അസറ്റ്സ് ടു ഇൻക്രീസ് ദെയർ വെൽത്ത്. ദിസ് ഈസ് കോൾഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ഓർ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ഇങ്ങനെ ആളുകൾ പണം കയ്യിൽ സൂക്ഷിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പെക്കുലേറ്റീവ് മോട്ടീവ്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അതായത് പണം നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക എന്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്? എവിടെയെങ്കിലും നിക്ഷേപിച്ച് പണത്തിൻ്റെ അളവ്, സമ്പത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. ആ പർപ്പസിനെയാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കുക. MSD ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള പലിശ നിരക്കുമായി അത് വിപരീത ബന്ധമാണുള്ളത് MSDക്ക്. പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ MSD എന്തായിരിക്കും? കുറവായിരിക്കും. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. പലിശ നിരക്ക് കുറവാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി അതിൻ്റെ ഒരു ഇക്വേഷനും കൂടി. MSD ഈസ് ഈക്വൽ ടു R max മൈനസ് R/R-R-min. അതിൽ R max എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. പലിശ നിരക്കിൻ്റെ ഒരു ഉയർന്ന പരിധിയാണ് R max എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പം നിലവിലുള്ള പലിശ നിരക്കിനെയാണ് R എന്ന് പറയുന്നത്. R-min എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള 3 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നു. 12 മിനിറ്റായി.